ഇപ്പൊ AI ഒക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ കുറെ കൂടെ എളുപ്പമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇടേണ്ട എഫേർട്ട് വളരെ കുറവായിരിക്കും, നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ട് കൂടുതലായിരിക്കും. 1-2 ദിവസത്തെ യൂസ് ഉള്ള ആളുകളാണെങ്കിൽ വെറും 2000 രൂപയ്ക്കകത്ത് അവരുടെ യൂസ് നടക്കും. ഇത് ഇത്രത്തോളം യൂസ്ഫുൾ ആണ്, ഇന്ന ഫീച്ചേഴ്സിന് ഇതുണ്ട്. അപ്പൊ ഈ പ്രോഡക്റ്റ് ആവശ്യമുള്ളവർ എന്നെ ഫോളോ ചെയ്തതിനു ശേഷം എന്റെ കമന്റ് ബോക്സിൽ ലിങ്ക് എന്ന് കമന്റ് ചെയ്യുക എന്ന് പറഞ്ഞൊരു വീഡിയോ ഒരു വീഡിയോ എങ്കിലും നിങ്ങൾ എല്ലാവരും കണ്ടിരിക്കും. എന്നെങ്കിലും നിങ്ങൾ എവിടെയെങ്കിലും ആളില്ലാത്തൊരു അക്ഷയ സെന്റർ കണ്ടിട്ടുണ്ടോ? ഞാൻ എന്റെ ലൈഫിൽ ഇന്നുവരെ ആളില്ലാത്തൊരു അക്ഷയ സെന്റർ കണ്ടിട്ടില്ല. അങ്ങനെ നമ്മുടെ ഈ ഒരു വർഷത്തെ അവസാനത്തിലേക്കാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. 2025 എന്ന് പറയുന്ന വർഷം അവസാനിക്കാൻ ഇനി വെറും 10-15 ദിവസങ്ങൾ കൂടിയേ ബാക്കിയുള്ളൂ. അപ്പൊ നിങ്ങളിൽ ഓരോരുത്തരും ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഈ വർഷം നേടിയിട്ടുണ്ടാവും, ചിലർക്ക് ഒന്നും നേടാൻ സാധിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ അതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു പാർട്ടാണ്. എല്ലാ വർഷവും നമുക്ക് എല്ലാ കാര്യങ്ങളും നേടാനൊന്നും സാധിക്കില്ല. പക്ഷെ ആ ഒരു സ്പിരിറ്റ്, ആ ഒരു മൈൻഡ് വിട്ടുകളയാതിരിക്കുക. ഈ വർഷം നമ്മൾ അച്ചീവ് ചെയ്തതിനേക്കാളും അടുത്ത വർഷം നമുക്ക് നന്നായിട്ട് അച്ചീവ് ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്തെടുക്കുക. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി 2026 നിങ്ങൾക്ക് പണം സമ്പാദിക്കാനുള്ള ഒരു 10 വഴികളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ ബിസിനസ് ഐഡിയാസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, അല്ലാത്ത ഇൻവെസ്റ്റ്മെന്റ് ഐഡിയാസ് നമ്മൾ ഇടയ്ക്ക് പറയുന്നുണ്ട്. സോ നമുക്ക് അധികം സമയം കളയാതെ ആദ്യത്തെ ഐഡിയയിലേക്ക് പോവാം. അപ്പൊ ഇതിൽ ആദ്യത്തെ ഐഡിയ എന്ന് പറയുന്നത് നിങ്ങളിൽ ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, എല്ലാവർക്കും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ചു, ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഒരു ലാപ്ടോപ്പ് വാങ്ങിച്ചു, അല്ലെങ്കിൽ നിങ്ങളൊരു പ്ലേ സ്റ്റേഷൻ വാങ്ങിച്ചു കൊണ്ടിരിക്കുക. അങ്ങനെ എന്തെങ്കിലും നമ്മൾ ആഗ്രഹിച്ച് വാങ്ങിച്ചിട്ടുള്ള ഒരു സാധനം നമ്മുടെ കയ്യിൽ ഉണ്ടാവും. പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് അതുകൊണ്ട് വലിയ യൂസ് ഇല്ല. ഇനി വിൽക്കാമെന്ന് വിചാരിച്ചാൽ നമ്മൾ വാങ്ങിച്ചതിനേക്കാളും വളരെ ചെറിയ തുകയായിരിക്കും നമുക്ക് കിട്ടുന്ന, വലിയൊരു നഷ്ടമായിരിക്കും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ 2026 നിങ്ങൾക്ക് അത് റെന്റ് ഔട്ട് ചെയ്ത് തുടങ്ങാം. റെന്റ് ഔട്ട് ചെയ്യാന്ന് പറയുന്നത് ഇപ്പം ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിലോ അല്ലെങ്കിൽ OLX-ലോ ഒക്കെ ഫോർ റെന്റ് എന്നിട്ടിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും പ്ലേ സ്റ്റേഷൻസ്, ലാപ്ടോപ്സ്, ഡിജിറ്റൽ ക്യാമറാസ്, ഇതെല്ലാം റെന്റ് ചെയ്യുന്നത്. ഇപ്പൊ 1-2 ദിവസത്തെ ആവശ്യത്തിന് മാത്രം ഇത് മതി, അതിനുവേണ്ടി ഇത്രയും പൈസ മുടക്കി ഇത് വാങ്ങിച്ച് കൈ വെക്കാൻ താല്പര്യമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ റെന്റ് ചെയ്യാനാണ് ഓപ്റ്റ് ചെയ്യുക. അപ്പൊ അങ്ങനെയുള്ളവർക്കും നിങ്ങൾക്കും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പരിപാടിയാണ് റെന്റ് ഔട്ട് ചെയ്യാന്ന് പറയുന്നത്. ഇപ്പൊ ഒരു 30,000 രൂപ വിലയുള്ള ലാപ്ടോപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് 500-1000 റെന്റ് ഔട്ട് ചെയ്യാം. 1-2 ദിവസത്തെ യൂസ് ഉള്ള ആളുകളാണെങ്കിൽ വെറും 2000 രൂപയ്ക്കകത്ത് അവരുടെ യൂസ് നടക്കും. അവർ ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ലാപ്ടോപ്പ് ഓൺ ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ പ്ലേ സ്റ്റേഷൻ, ഇപ്പൊ വീക്കെൻഡ്സിൽ മാത്രം ഗെയിം കളിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് വീക്കെൻഡ്സിൽ മാത്രം മാതാപിതാക്കൾക്ക് ഇത് റെന്റ് ചെയ്ത് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും. അപ്പം വീക്ക് ഡേയ്സിൽ അവരുടെ പഠനത്തെ അത് ബാധിക്കില്ല, വീക്കെൻഡ്സിൽ അവർക്ക് ഈസി ആയിട്ട് ഗെയിം കളിക്കാനും സാധിക്കും. അപ്പം റെന്റിന് എടുക്കുന്നവർക്കും കൊടുക്കുന്നവർക്കും ഒരുപോലെ തന്നെ ലാഭകരമായിട്ടുള്ള ഒരു പരിപാടിയാണ്. അത് 30,000 രൂപ ലാപ്ടോപ്പ് ഒരു 30 പേര് റെന്റ് എടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ലാപ്ടോപ്പിൽ മുതലായ പൈസ നമുക്ക് കിട്ടി, പിന്നീട് കിട്ടുന്നതല്ല നമുക്ക് അതുകൊണ്ടുള്ള പ്രോഫിറ്റ് ആണ്. ഇപ്പൊ ലാപ്ടോപ്പ് ആകാം, ഡിജിറ്റൽ ക്യാമറ ആവാം, പ്ലേ സ്റ്റേഷൻ ആവാം, അങ്ങനെ എന്തും ആകാം. അത് നമുക്ക് OLX-ലും മാർക്കറ്റ് പ്ലേസിലും റെന്റ് ഔട്ട് ചെയ്യാം, ഫോർ റെന്റ് എന്നിട്ടിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതാണ് നമ്മുടെ ഒന്നാമത്തെ മാർഗം. അപ്പൊ നമ്മൾ ഇതിനകത്തൊരു 10 ഐഡിയ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ 10 ഐഡിയയും എല്ലാ ആളുകൾക്കും പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. പല ഏജ് ഗ്രൂപ്പുള്ള ആളുകളാണ് നമ്മുടെ ഈ വീഡിയോ കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ചിലപ്പോൾ ഒരു 2-3-4 ഐഡിയാസ് ആയിരിക്കും നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നത്. അതുപോലെ ഓരോ ഏജ് ഗ്രൂപ്പിനും വർക്ക് ചെയ്യുന്ന ഒരു 2-3 ഐഡിയാസ് ഇതിനകത്തുണ്ടാവും. അപ്പൊ ഇതിനകത്ത് 10 ഐഡിയാസും എല്ലാവർക്കും വർക്ക് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും അവകാശപ്പെടുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ഏതാണ് വർക്ക് ആകുന്നത് അത് നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഇനി നമുക്ക് രണ്ടാമത്തെ മാർഗത്തിലേക്ക് പോവാം. ആദ്യം ഒരു ബിസിനസ് മാർഗം പറഞ്ഞുകൊണ്ട് തന്നെ രണ്ടാമത് നമുക്കൊരു ഇൻവെസ്റ്റ്മെന്റ് മാർഗം പറയാം. നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആദ്യം മനസ്സിൽ വരുന്ന മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ടാവും, സ്റ്റോക്സ് ഉണ്ടാവും, ഫിക്സഡ് ഡിപ്പോസിറ്റ്, അങ്ങനെ പല ഇൻവെസ്റ്റ്മെന്റും നിങ്ങളുടെ കയ്യിലുണ്ടാവും. പക്ഷെ ഇതിനെക്കുറിച്ചല്ല, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോസ് ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള. ഇതൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് തന്നെയാണ്. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിന്റെ അത്രയും റിസ്ക് ഇല്ലാത്ത, എന്നാൽ FD-യേക്കാളും കൂടുതൽ റിട്ടേൺസ് നമുക്ക് ലഭിക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതായത് നിങ്ങളുടെ കയ്യിൽ കുറച്ച് എക്സ്ട്രാ പൈസ ഇരിപ്പുണ്ടെങ്കിൽ ഇത് കമ്പനികൾക്ക് കടം കൊടുത്തിട്ട് നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാം. നമുക്കറിയാം ഇപ്പോൾ ബാങ്കിന്റെ FD റേറ്റ്സ് ഒക്കെ നല്ലപോലെ കുറച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നല്ല വോളറ്റൈലുമാണ്. അപ്പം അങ്ങനെ ഒരു ടെൻഷൻ എടുക്കാൻ താല്പര്യമില്ലെങ്കിൽ കോർപ്പറേറ്റ് ബോണ്ടുകളായിരിക്കും നിങ്ങൾക്കൊരു മികച്ച ഓപ്ഷൻ. അപ്പൊ ഇതെന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ബോണ്ടുകൾ നമുക്ക് വിറ്റിട്ട് ഇന്ത്യയിലെ കോർപ്പറേറ്റ് കമ്പനികൾ പണം സ്വരൂപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന് അവർ സ്ഥിരമായിട്ട് നമുക്ക് റിട്ടേൺസ് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബോണ്ടിന്റെ കാലാവധി കഴിയുമ്പോൾ നമ്മൾ കൊടുത്ത പൈസ നമുക്ക് തിരികെ നൽകുകയും ചെയ്യും. ഇനിയിപ്പോൾ കാലാവധി കഴിഞ്ഞില്ലെങ്കിൽ പോലും മറ്റേതെങ്കിലും ഇൻവെസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഈ ബോണ്ട് വിറ്റിട്ട് നമ്മൾ മുടക്കിയ പൈസ നമുക്ക് തിരിച്ചു വാങ്ങിക്കാം. അപ്പൊ ഇതാണ് കോർപ്പറേറ്റ് ബോണ്ട് എന്ന് പറയുന്നത്. അപ്പൊ FD എന്നൊക്കെ പറയുന്ന പോലെ വലിയൊരു എമൗണ്ട് ഒന്നും നമ്മൾ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യണമെന്നില്ല. വെറും 1000 രൂപ മുതൽ തന്നെ നമുക്ക് ബോണ്ടുകൾ വാങ്ങാൻ സാധിക്കും. അപ്പൊ ഇതിന്റെ കൂപ്പൺ റേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ 9% മുതൽ 13.5% വരെയാണ്. പക്ഷെ ബാങ്കിൽ ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ 6% ഇപ്പോൾ FD റിട്ടേൺ റേറ്റ് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഏകദേശം സ്റ്റോക്ക് മാർക്കറ്റ് റിട്ടേൺ ആണ്, Nifty 50 ഒക്കെ ഒരു വർഷം ജനറേറ്റ് ചെയ്യുന്ന CAGR ആണ് കുറഞ്ഞ റിസ്കിൽ കിട്ടുന്നത്. അപ്പോൾ 5-6 വർഷത്തേക്ക് റിട്ടേൺസ് ഒരു കോമ്പൗണ്ടിങ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും. അപ്പോൾ ബോണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നല്ല ബോണ്ടുകൾ കണ്ടെത്താനും താരതമ്യം ചെയ്ത് നിക്ഷേപിക്കാനും സഹായിക്കുന്ന ഒരു ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ ഇന്ത്യയിലെ AAA റേറ്റിംഗ് ഉള്ള ഇന്ത്യയിലെ ടോപ്പ് റേറ്റഡ് ബോണ്ടുകൾ അടക്കം നോക്കി 1000 രൂപ മുതലുള്ള നിക്ഷേപങ്ങൾ തുടങ്ങും. അവിടെയുള്ള ബോണ്ടുകളെല്ലാം സെബി റെഗുലേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ വിശ്വസിക്കാവോ, റെഗുലേറ്റഡ് ആണോ എന്നുള്ള സംശയമൊന്നും ആവശ്യമില്ല. അപ്പോൾ ഈ ലിങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ റിസ്കിന് ചേർന്നിട്ടുള്ള ബോണ്ടുകൾ നമുക്ക് സെലക്ട് ചെയ്യാം. ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാനും എളുപ്പമാണ്.
ജസ്റ്റ് പാൻ കാർഡ്, ആധാർ കാർഡ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് KYC ചെയ്തതിന് ശേഷം ബോണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാം. ഇനി ഇപ്പോൾ നിങ്ങളുടെ ഈ കാശില്ലെങ്കിലും KYC ചെയ്തു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ 1 മിനിറ്റ് മതി. അപ്പോൾ എന്തായാലും ഡിസ്ക്രിപ്ഷനിലും പിൻഡ് കമന്റിലും ലിങ്ക് ഉണ്ട്, താല്പര്യമുള്ളവർക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് നമ്മുടെ മൂന്നാമത്തെ മാർഗത്തിലേക്ക് പോകാം. ഈ മാർഗം ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, പക്ഷേ ഇതിന്റെ റെലവൻസ് അത്രത്തോളമാണ്. ഇനിയുള്ള കാലത്ത് ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഒരു വരുമാന മാർഗങ്ങളായിട്ട് മാറുന്നത്. ഒരുപാട് ആളുകൾ ലക്ഷങ്ങൾ ഈ തരത്തിലുള്ള ജോലികൾ ചെയ്തുണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീണ്ടും പറയുന്നത്, ഡിജിറ്റൽ ക്രിയേഷൻ. ഇപ്പൊ AI ഒക്കെ വന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ കുറെ കൂടെ എളുപ്പമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇടേണ്ട എഫേർട്ട് വളരെ കുറവായിരിക്കും, നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ട് കൂടുതലായിരിക്കും. പല ആളുകളും പറയുന്നുണ്ട് AI വന്ന കാരണം ഗ്രാഫിക് ഡിസൈനേഴ്സിന്റെയും എഡിറ്റേഴ്സിന്റെ ഒക്കെ വേക്കൻസി പോകുന്നു. അങ്ങനെ ഒരിക്കലും വേക്കൻസി പോകില്ല. നമ്മൾ പറയുന്ന കാര്യങ്ങൾ AI നമുക്ക് ഉണ്ടാക്കി തരും, പക്ഷെ അതിനൊരു ക്രിയേറ്റീവ് മൈൻഡ് വേണം. ഏത് എവിടെ എങ്ങനെ പ്ലേസ് ചെയ്യണം, എന്തായിരിക്കണം അതിന്റെ ഐഡിയ, ഇതെങ്ങനെ മാർക്കറ്റ് ചെയ്യാം എന്നൊക്കെയുള്ളൊരു ഭാവന അത് ഹ്യൂമൻ ബ്രെയിൻ തന്നെ ആയിരിക്കണം. അപ്പൊ അതുള്ളവർക്ക് വളരെ സിമ്പിൾ ആയിട്ട് പ്രോംപ്റ്റ് എൻ്റർ ചെയ്ത് കൊടുത്ത് വളരെ ഈസി ആയിട്ട് ഈ കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ അതുപോലെ തന്നെ ഫോട്ടോഷോപ്പ്, വീഡിയോ എഡിറ്റിംഗ് പോലുള്ള സ്കില്ലുകൾ പഠിച്ചു വെക്കുന്നത് വളരെ നല്ലതാണ്. ഇപ്പൊ 2026 ആയിട്ടുണ്ട്, ഇനി 10-15 ദിവസങ്ങൾ കൂടി ബാക്കിയുള്ളൂ. ഓരോ ദിവസവും ഇൻഫ്ലുവൻസേഴ്സിന്റെ എണ്ണം കൂടി വരികയാണ്. ഇപ്പൊ നിങ്ങൾ തന്നെ നോക്കുകയാണെങ്കിൽ ഓരോ ദിവസം നിങ്ങൾ പുതിയ ഇൻഫ്ലുവൻസേഴ്സിനെ കാണുന്നുണ്ടാവും. അപ്പൊ ഇവരിൽ പലരും മറ്റു പല ജോലികളുള്ള ആളുകളായിരിക്കും. അപ്പൊ അവർക്ക് ഒരേ സമയം വീഡിയോ ഷൂട്ട് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഒന്നും ഒരുപോലെ സമയം ഉണ്ടാവുന്നില്ല. ഇപ്പൊ എന്റെ കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു വീഡിയോ എഡിറ്ററിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞിരുന്നു. അപ്പം കുറച്ച് പേര് എന്നെ കോൺടാക്ട് ചെയ്തു. അതിൽ ഒരാൾ ഓൾമോസ്റ്റ് സെലക്ടഡ് ആയതുപോലെയാണ്. പക്ഷേ അദ്ദേഹത്തിന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും അദ്ദേഹത്തിന് വിളിച്ചൊന്ന് ഡീൽ ചെയ്യാനുമായിട്ട് എനിക്ക് കുറച്ച് സമയത്തിന്റെ ഒരു പരിമിതിയുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ പുള്ളിയോട് പറഞ്ഞിട്ടുണ്ട്, അത് കഴിഞ്ഞ് ഞാൻ പുള്ളിയെ കോൺടാക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എനിക്ക് ആ ഒരു തിരക്ക് കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് പുള്ളിക്ക് എഡിറ്റിംഗ് അറിയില്ല, ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം, ചെയ്യിപ്പിക്കണം, അതൊന്ന് ട്രെയിൻ ചെയ്തെടുക്കണം. അപ്പൊ അതിന് കുറച്ച് സമയം ആവശ്യമാണ്. അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ പുള്ളിയെ കോൺടാക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ക്രിയേറ്റേഴ്സിന് ഇതുപോലുള്ള എഡിറ്റേഴ്സിനെയും ഡിസൈനേഴ്സിനെയൊക്കെ ആവശ്യമുണ്ട്. സോ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഓരോ ക്രിയേറ്റേഴ്സിനെയും അങ്ങോട്ട് കോൺടാക്ട് ചെയ്യാം. ഈ ഒരു സ്കില്ല് പഠിച്ചിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് അവരെ കോൺടാക്ട് ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ ഞാൻ എഡിറ്റ് ചെയ്യും, ഇത്ര രൂപയ്ക്ക് എനിക്ക് ചെയ്തു തരാൻ സാധിക്കും എന്നൊക്കെ അവരോട് പറയാം. എന്നിട്ട് അവരുമായിട്ടൊരു ഡീലിൽ എത്തിക്കഴിഞ്ഞ് നിങ്ങൾക്ക് അവരുടെ വർക്ക് എടുക്കാം. ഇപ്പൊ ഞാൻ പറഞ്ഞ റിക്വയർമെന്റ് എന്ന് പറയുന്നത്, എനിക്ക് വരുന്ന ആൾക്ക് എഡിറ്റിംഗ് അറിഞ്ഞിരിക്കണം ഒരു നിർബന്ധമില്ല. ഞാൻ പഠിപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണ്. അത് പഠിച്ചെടുക്കാനുള്ളൊരു മൈൻഡ് ഉണ്ടായിരിക്കണം, ഒരു ക്രിയേറ്റീവ് മൈൻഡ് ഉണ്ടായിരിക്കണം, നീറ്റ് ആയിട്ടുള്ള ഡീസെന്റ് ആയിട്ടുള്ള ആളായിരിക്കണം. മറ്റു പ്രശ്നങ്ങളോ വള്ളിക്കെട്ടുകളോ ഒന്നും എടുത്ത് തലവെക്കാൻ എനിക്ക് താല്പര്യമില്ല. പിന്നെ ആലപ്പുഴ ടൗണിലുള്ള ആളായിരിക്കണം. ഇത്രയുമായിരുന്നു എന്റെ റിക്വയർമെന്റ്സ്. അപ്പൊ അതിന് പറ്റിയിട്ടുള്ള ഒരാൾ എനിക്ക് ഓൾമോസ്റ്റ് കേട്ടിട്ടുണ്ട്. സോ ഇനി അങ്ങനെ പഠിപ്പിച്ചു തരാൻ തയ്യാറായിട്ടുള്ള ക്രിയേറ്റേഴ്സും ചിലപ്പോൾ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്യാന്നുള്ള, മുട്ടുവിൻ തുറക്കപ്പെടും എന്ന് പറയുന്ന പോലെ നമ്മൾ അപ്രോച്ച് ചെയ്താൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ നമുക്ക് എത്രത്തോളം അത് പോസിബിൾ ആണെന്നുള്ളത്. സോ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. അതാണ് മൂന്നാമത്തെ മാർഗം എന്ന് പറയുന്നത്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ഫ്രീലാൻസ് ആയിട്ട് ഇത് ചെയ്യാം. നാലാമത്തെ മാർഗം എന്ന് പറയുന്നത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആണ്. വളരെ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മാർഗമാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. ഇപ്പോൾ എവിടെ നോക്കിയാലും നമുക്കിപ്പോൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഒരു 10 വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 8 ഇപ്പോൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ, കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ ആമസോണിൽ നിന്നോ അല്ലെങ്കിൽ മീഷോയിൽ നിന്നോ വാങ്ങിച്ചൊരു പ്രോഡക്റ്റ് ആണിത്, അപ്പോൾ ഇത് ഇത്രത്തോളം യൂസ്ഫുൾ ആണ്, ഇന്ന ഫീച്ചേഴ്സിന് ഇതുണ്ട്. അപ്പോൾ ഈ പ്രോഡക്റ്റ് ആവശ്യമുള്ളവർ എന്നെ ഫോളോ ചെയ്തതിനു ശേഷം എന്റെ കമന്റ് ബോക്സിൽ ലിങ്ക് എന്ന് കമന്റ് ചെയ്യുക എന്ന് പറഞ്ഞൊരു വീഡിയോ, ഒരു വീഡിയോ എങ്കിലും നിങ്ങൾ എല്ലാവരും കണ്ടിരിക്കും. സോ ദാറ്റ്സ് ആക്ച്വലി വാട്ട്സ് കോൾഡ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. അപ്പം ഇവിടെ നിങ്ങളുടെ പ്രയോജനം എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു സാധനം വാങ്ങിക്കുന്നില്ല, നിങ്ങളൊരു സാധനം മറ്റൊരാൾക്ക് വിൽക്കുന്നില്ല, നിങ്ങൾ കമ്മീഷൻസ് ആണ് ഇവിടെ ഏൺ ചെയ്യുന്നത്. അതായത് ഒരു ആളുടെ പ്രോഡക്റ്റ് നിങ്ങൾ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നു, കമ്മീഷൻ തരുന്നു. അപ്പൊ അങ്ങനെ ആ പ്രോഡക്റ്റ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നതിന് ഈ സെല്ലർ നിങ്ങൾക്ക്, അതാണ് ആക്ച്വലി അഫിലിയേറ്റ് മാർക്കറ്റ്. ഇത് നമുക്ക് ആമസോണിൽ കൂടെ ചെയ്യാം. ആമസോൺ അസോസിയേഷൻ എന്ന് പറഞ്ഞ് അവർക്കൊരു പ്രത്യേക വിങ് തന്നെ ഉണ്ട് ആമസോണിൽ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാൻ. വിഷ് ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാം. ജസ്റ്റ് പ്ലേ സ്റ്റോറോ ആപ്പ് സ്റ്റോറോ എടുത്തിട്ട് വിഷ് ലിങ്ക് സെർച്ച് ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ അതിനകത്ത് രജിസ്റ്റർ ചെയ്ത് ഇതുപോലെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് മീഷോയിൽ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാൻ സാധിക്കും. അപ്പൊ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് വലിയ സ്കോപ്പുള്ള ഒരു മാർക്കറ്റായിട്ട് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ തീർച്ചയായിട്ടും 2026 നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന നാലാമത്തെ മാർഗ്ഗമാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. അടുത്ത ഞാൻ പറയാൻ പോകുന്ന ഒരു ബിസിനസ് ഐഡിയ ആണ്. ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് വന്നൊരു ബിസിനസ് ഐഡിയ ആണ്. അപ്പം ഇത് തുടങ്ങുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ എൻ്റെ ഒരു ടൈമിൻ്റെ ഒക്കെ പ്രശ്നം കൊണ്ട് എനിക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്നുള്ളൂ. പക്ഷേ എനിക്ക് അതിനുള്ളൊരു ടീം കിട്ടണം, അല്ലെങ്കിൽ എനിക്ക് ഡയറക്റ്റ് ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കില്ല. എനിക്കൊരിക്കലും ഡയറക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. കാരണം എനിക്ക് ആ സമയം കൊണ്ട് അതിന്റെ 10 ഇരട്ടി പൈസ ഉണ്ടാക്കാനുള്ള മറ്റു മാർഗ്ഗങ്ങളുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇതിനകത്ത് എല്ലാ മാർഗ്ഗങ്ങളും എല്ലാവർക്കും പോസിബിൾ അല്ല. എന്നാൽ പ്രത്യേകിച്ച് ഒരു വരുമാനം ഇല്ലാതിരിക്കുന്ന, എന്നാൽ ഒരു വരുമാനം ഉണ്ടാക്കാനായിട്ട് മാന്യമായിട്ടുള്ള നല്ല വരുമാനം കിട്ടുന്ന ഒരു മാർഗം ചെയ്യാൻ തയ്യാറുള്ള, അതിന് മനസ്സുള്ള, മടിയില്ലാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മുടെ ചുറ്റും പല പല വീടുകളുണ്ട്. ഒരുപാട് വൃദ്ധരായിട്ടുള്ള അല്ലെങ്കിൽ ബിസി ലൈഫ് സ്കെഡ്യൂളിൽ ജീവിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും. അപ്പൊ അവർക്കൊക്കെ വീട്ടിൽ മെഡിസിൻ എത്തിച്ചു കൊടുക്കുക. അപ്പൊ അതിനുള്ള ഒരുപാട് മാർഗങ്ങളുണ്ട്. ഇപ്പൊ ഫാർമസി ഉണ്ട്, നെറ്റ്സ് ഉണ്ട്,
1mg ഉണ്ട്. അങ്ങനെ ഒരുപാട് ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോംസ് ഇപ്പോൾ അവൈലബിൾ ആണ്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ഇന്ന് ഓർഡർ ചെയ്താൽ ചിലപ്പോൾ നാളെയോ മറ്റന്നാളോ അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ നമ്മുടെ കൈ കിട്ടുള്ളൂ. അപ്പോൾ അപ്പോഴത്തെ ഒരു ആവശ്യത്തിന് ഒന്നെങ്കിൽ നമ്മൾ ഡയറക്റ്റ് മെഡിക്കൽ സ്റ്റോറിൽ പോയി വാങ്ങിക്കണം, അല്ലെങ്കിൽ അങ്ങനെ മരുന്ന് ഓർഡർ ചെയ്താൽ വീട്ടിൽ കൊണ്ട് തരുന്ന മെഡിക്കൽ സ്റ്റോറുകാരെ പരിചയം ഉണ്ടാവും. അപ്പൊ അവിടെയാണ് നമ്മുടെ ഈ ബിസിനസ് ഐഡിയയുടെ ഒരു വളർച്ച എന്ന് പറയുന്നത്. അതായത് നമ്മൾ കുറച്ച് നോട്ടീസ് അടിക്കുക. ആദ്യമൊക്കെ നമ്മുടെ റിലേറ്റീവ്സിന്റെ ഇടയിലും ഫ്രണ്ട്സിന്റെ ഇടയിലും അതുപോലെ തന്നെ നമ്മുടെ നെയ്ബേഴ്സിന്റെ ഇടയിലും ഒക്കെ ഇത് കൊടുക്കുക. അതായത് വിളിച്ചു കഴിഞ്ഞ് പ്രിസ്ക്രിപ്ഷൻ തരികയാണെങ്കിൽ നമ്മൾ അടുത്തുള്ള മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് മെഡിസിൻ വാങ്ങിച്ച് ഇവർക്ക് വീട്ടിൽ കൊണ്ട് കൊടുക്കും. ഇവർ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട, ഇവർക്ക് ടൈം കൺസ്യൂമിംഗ് ഇല്ല, അവർക്ക് യാത്ര ചെയ്യുന്ന ബുദ്ധിമുട്ടില്ല, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല. നിങ്ങൾക്ക് ആകെ വേണ്ടത് ഒരു ബൈക്കും വിളിച്ചാൽ ഫോൺ എടുക്കാൻ പറ്റുന്ന ഒരു മൊബൈൽ ഫോണുമാണ്. ഇപ്പൊ എനിക്ക് തന്നെയാണ്, ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ട് അങ്ങനെ വീട്ടിൽ മെഡിസിൻ കൊണ്ടുതരുന്ന ഒരു ആളുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ പച്ചക്കറി സാധനങ്ങൾ, നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ കടയിൽ പോയി വാങ്ങിച്ച് പർച്ചേസ് ചെയ്ത് വീട്ടിൽ കൊണ്ട് തരുന്ന ഒരാളുണ്ടായിരുന്നെങ്കിൽ എന്ത് ബെനിഫിഷ്യൽ ആയിരുന്നു എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു ചിന്തയിൽ നിന്നാണ് ഈ ഒരു ബിസിനസ് ഐഡിയ എനിക്ക് കിട്ടിയത്. വളരെ ഈസി ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, പക്ഷേ ഇറങ്ങി തിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള ഒരു ബിസിനസ് ഐഡിയ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാം. 6ാമത്തെ മാർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഒരിക്കലും ട്രൈ ചെയ്യാൻ പാടില്ലാത്തൊരു ജോബ് ഓപ്പർച്യൂണിറ്റി കുറിച്ചുകൂടെ ഞാൻ പറയാം. ഡേറ്റ എൻട്രി ജോബ്സ് എന്നാണ് പറയുന്നത്. ഇത് 100 എണ്ണം ഉണ്ടെങ്കിൽ 99 എണ്ണവും ഫേക്ക് ആയിരിക്കും. നമ്മൾ വെറുതെ വിളിച്ചു വരുത്തി നിങ്ങൾക്കൊരു ഡേറ്റ എൻട്രി കോഴ്സ് തരാം, അത് കഴിഞ്ഞ് നിങ്ങൾക്ക് വർക്ക് തരും, നിങ്ങൾ 3500 രൂപ അടയ്ക്കണം, 4000 രൂപ അടയ്ക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് തട്ടിപ്പും വെട്ടിപ്പും നടക്കുന്നുണ്ട്. അറിഞ്ഞോ അറിയാതെ ഈ വക ഉടായ്പ പോയി ചാടരുത്. ചിലപ്പോൾ ആദ്യത്തിൽ വർക്ക് ചെയ്തതിന് ചിലപ്പോൾ 500-1000 രൂപ പേയ്മെന്റ് വരും. 2ാമത്തെ വർക്ക് ചെയ്യുമ്പോൾ ആ തെറ്റുണ്ട് ഈ തെറ്റുണ്ടെന്ന് പറഞ്ഞിട്ട് 5 പൈസ നിങ്ങൾക്ക് കിട്ടില്ല, പക്ഷെ അവർ ആ ഡോക്യുമെന്റ് ഉപയോഗിക്കുകയും ചെയ്യും. സോ ഡേറ്റ എൻട്രി തട്ടിപ്പ് ഒരുപാട് നടക്കുന്നുണ്ട്. സോ ഡേറ്റ എൻട്രി ജോബ്സ് മോസ്റ്റ്ലി ട്രൈ ചെയ്യാതിരിക്കുന്നതാണ് എപ്പോഴും എന്റെ ഒരു അഭിപ്രായത്തിൽ നല്ലതെന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് 6ാമത്തെ ജോബിലേക്ക് പോകാം. ഇത് ഞാൻ പേഴ്സണലി തുടങ്ങണം എന്ന് വിചാരിച്ചിരിക്കുന്ന മറ്റൊരു പരിപാടിയാണ്. ഇതിൽ 100 എണ്ണം ഉണ്ടെങ്കിൽ 99 എണ്ണവും സക്സസ് ആണ്. അത്രയുമാണ് ഇതിന്റെ സക്സസ് റേഷ്യോ. നേടിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞില്ല എല്ലാവർക്കും എല്ലാം സാധിക്കുന്നതല്ല, പക്ഷെ ഇത് നേടിയെടുത്തു കഴിഞ്ഞാൽ വലിയൊരു ബെനിഫിറ്റ് ആണ്. അതായത് ഒരു അക്ഷയ സെന്റർ തുടങ്ങുക എന്നുള്ളത്. എന്നെങ്കിലും നിങ്ങൾ എവിടെയെങ്കിലും ആളില്ലാത്തൊരു അക്ഷയ സെന്റർ കണ്ടിട്ടുണ്ടോ? ഞാൻ എന്റെ ലൈഫിൽ ഇന്നുവരെ ആളില്ലാത്തൊരു അക്ഷയ സെന്റർ കണ്ടിട്ടില്ല. പക്ഷെ ഒരു ഏരിയയിൽ ഒരെണ്ണം മാത്രമേ അപ്രൂവ് ആവുള്ളൂ. അപ്പൊ നിങ്ങളുടെ ഏരിയയിൽ അപ്രൂവ് ആയിട്ടില്ലെങ്കിൽ ഒരു സ്പേസ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുകയാണെങ്കിൽ വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു പരിപാടിയാണ് അക്ഷയ സെന്റർ എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് ഒരു 50,000 to 1.2 lakh വരെയൊക്കെയാണ് ഒരു മന്ത്ലി റവന്യൂ ഇതിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഇത് തുടങ്ങാനുള്ള ആളുടെ മിനിമം ഏജ് എന്ന് പറയുന്നത് 18 വയസ്സായിരിക്കണം. +2 അല്ലെങ്കിൽ ഇക്വലന്റ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ 3 year ഡിപ്ലോമ ഉണ്ടായിരിക്കണം. ഇത് തുടങ്ങുന്ന ഒരു ഗവൺമെന്റ് എംപ്ലോയി ആകരുത്. അപ്പൊ ഇതിനുവേണ്ടി നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രോസസ്സിൽ കൂടിയാണ് നമ്മൾ സെലക്ടഡ് ആവുന്നത്. അപ്പൊ ഓൺലൈൻ ആയിട്ടായിരിക്കും എന്റെ വേക്കൻസീസ് നോട്ടിഫൈ ചെയ്യുന്നത്. അപ്പൊ അക്ഷയ ഡിസ്ട്രിക്ട് പ്രോജക്ട് ഓഫീസിൽ കൂടിയോ ഒഫീഷ്യൽ കേരള അക്ഷയ പോർട്ടലിൽ കൂടിയോ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാം. അപ്പൊ ഇതിന് ഇന്റർവ്യൂ ഉണ്ടാവും, വെരിഫിക്കേഷൻ ഉണ്ടാവും, പിന്നെ നിങ്ങൾക്ക് ഒരു ട്രെയിനിങ് പ്രോസസ്സും ഉണ്ടാവും. അപ്പൊ സ്പേസ് റിക്വയർമെന്റ് എന്ന് പറയുന്നത് 100 to 300 സ്ക്വയർ ഫീറ്റ് ആണ് ഇവർ പറയുന്നത്. ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ ആയിരിക്കും, അതായത് ഒരു റോഡ് സൈഡിലായിരിക്കണം. അതുപോലെ മറ്റ് റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത് 2 കമ്പ്യൂട്ടർ അല്ലെങ്കിൽ 2 ലാപ്ടോപ്പ് ഉണ്ടായിരിക്കണം, ഹൈ സ്പീഡ് ഇന്റർനെറ്റ്, പ്രിന്റർ, സ്കാനർ, വെബ് ക്യാം, ടേബിൾസ്, ചെയർസ് അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ ഫിംഗർ പ്രിന്റ് സ്കാനർ, വെബ് ക്യാം, ഐറിസ് സ്കാനർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ ഞാൻ ട്രെയിനിങ്ങിന്റെ കാര്യം പറഞ്ഞല്ലോ. സെലക്ടഡ് ആവുന്ന കാൻഡിഡേറ്റ്സ് അവർക്ക് ഇ ഗവേണൻസ് സർവീസിന്റെ, കസ്റ്റമർ ഹാൻഡ്ലിംഗിന്റെ, ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫയലിംഗിന് ഇതിന്റെ ഒക്കെ ട്രെയിനിങ് കൊടുക്കും. അപ്പോൾ ഒരു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് നോക്കുകയാണെങ്കിൽ ഒരു 1 ലക്ഷം മുതൽ 3 ലക്ഷം വരെയൊക്കെ നമുക്ക് ഇതിനകത്ത് ഇൻവെസ്റ്റ്മെന്റ് വരുന്നുണ്ട്. കാരണം ഈ കടമുറി എടുക്കണം, കമ്പ്യൂട്ടർ, ചെയർ, ബാക്കി ആക്സസറീസ് കാര്യങ്ങൾ ഇതെല്ലാം കൂടി ഏകദേശം ആ ഒരു റേഞ്ചിലായിരിക്കും ഇതിന്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഏരിയയിൽ അതിനൊരു വേക്കൻസി ഉണ്ടോ ചെക്ക് ചെയ്ത് നോക്കുക, അക്ഷയ പ്രോജക്ട് ഓഫീസുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ മറ്റാരെങ്കിലും തുടങ്ങുന്നതിന് മുമ്പ് പെട്ടെന്ന് ട്രൈ ചെയ്യുക. നല്ല പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. അടുത്ത 2026 നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് ഇൻസ്റ്റഗ്രാം പേജ് മാനേജ്മെന്റ്. ഇതും എല്ലാം ബിസിനസ് ഐഡിയ ആണ്. എല്ലാ ബിസിനസ് ഐഡിയാസും വളരെ ഫ്രീ ആയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. പലപ്പോഴായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള പല ബിസിനസ് ഐഡിയാസും ഫ്രീ ഓഫ് കോസ്റ്റിലാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. അപ്പൊ ഇത് തന്നെ പല ആളുകളും, പല ജോബ് കൺസൾട്ടൻസീസും പൈസ വാങ്ങിച്ചിട്ട് ഇങ്ങനെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പൊ അതും ഒരു ബിസിനസ് ഐഡിയ ആണ്. ഈ ബിസിനസ് ഐഡിയയുടെ കൂടെ ഇന്റഗ്രേറ്റഡ് ആയിട്ട് വന്ന മറ്റൊരു ബിസിനസ് ഐഡിയ. ഇപ്പം എല്ലാം മാർക്കറ്റ് ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക്, യൂട്യൂബിലൊക്കെ കൂടെയാണല്ലോ. ഇതാണ് ഇപ്പം മെയിൻ ഒരു മാർക്കറ്റിംഗ് പരിപാടി എന്ന് പറയുന്നത്. അല്ല പഴയ പോലെ TV പരസ്യത്തിലൊക്കെ ആൾക്കാർ സാധനങ്ങൾ കണ്ട് വാങ്ങിക്കുന്നതൊക്കെ ഇപ്പോൾ വളരെ കുറവാണ്. നിങ്ങളുടെ അടുത്ത് പുതിയൊരു കട തുടങ്ങി അല്ലെങ്കിൽ പുതിയൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു, അവർക്ക് തീർച്ചയായിട്ടും ഒരു മാർക്കറ്റിംഗിന്റെ ആവശ്യമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് ഈ ബിസിനസ് നോക്കണം, അതിനിടയ്ക്ക് സോഷ്യൽ മീഡിയയിലും പരസ്യം ചെയ്യണം. ചിലപ്പോൾ അറിവുണ്ടാവില്ല, അല്ലെങ്കിൽ അതിനുള്ള സമയം ഉണ്ടാവില്ല, അങ്ങനെ പല പല കാര്യങ്ങളുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ സാധിക്കുന്ന അവരെ പോയി കോൺടാക്ട് ചെയ്യാൻ, എന്നിട്ട് പറയുക ഞാൻ ഇങ്ങനെയുള്ള സർവീസസ്, അതായത് ഇൻസ്റ്റാഗ്രാം പേജ് ക്രിയേഷൻ, അതിനകത്ത് റെഗുലറായിട്ട് പോസ്റ്റ് ചെയ്യും, നിങ്ങൾക്കുള്ള അഡ്വർടൈസ്മെന്റ് ചെയ്യും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുക, അവരെ പറഞ്ഞ് മനസ്സിലാക്കുക, എന്നിട്ട് അവരുടെ വർക്ക് പിടിക്കുക. അങ്ങനെ ഒരു നിങ്ങൾക്ക് ഒരു 5-10 കടയുടെ വർക്ക് പിടിക്കാം, അല്ലെങ്കിൽ 5-10 സ്ഥാപനങ്ങളുടെ വർക്ക് പിടിക്കാം. എന്നിട്ട് നിങ്ങൾ അവർക്ക് വേണ്ടി ഇൻസ്റ്റാഗ്രാം പേജ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീക്ക്ലി വൺസ് അല്ലെങ്കിൽ ട്വൈസ് അവരുടെ ഷോപ്പിൽ പോയിട്ട് നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ, അത്യാവശ്യം ക്വാളിറ്റി ഉള്ള മൊബൈൽ ഫോണാണ്, ഇപ്പോൾ ഐഫോൺ ഒക്കെ ഉണ്ടെങ്കിൽ ബെറ്റർ, അവരുടെ സർവീസസിന്റെ അല്ലെങ്കിൽ അവരുടെ പ്രോഡക്ട്സിന്റെ വീഡിയോ എടുക്കുക. അത് പ്രോപ്പറായിട്ട് നിങ്ങളുടെ ഐഫോണിൽ തന്നെ CapCut പോലുള്ള സോഫ്റ്റ്വെയർസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്തിട്ട് റെഗുലറായിട്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ആഴ്ചയിൽ 1-2 പ്രാവശ്യം ചെയ്ത് മന്ത്ലി ബേസിസിൽ ഒരു 5,000-6,000 നിങ്ങൾക്ക് ആ കടക്കാരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാം.
അങ്ങനെ 10 കട നിങ്ങൾക്ക് ഒരു മാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 60,000 രൂപ റവന്യൂ അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, കാലം മാറുന്നതനുസരിച്ച് കോലവും മാറണം. നമ്മൾ ഓരോ സിറ്റുവേഷൻസിനും ഓരോ കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെ ബിസിനസ് മാറ്റിക്കൊണ്ടിരിക്കണം. പണ്ട് വീഡിയോ കാസറ്റ് ഷോപ്പ് ഇട്ടിരുന്ന ആളുകൾ CD വന്നപ്പോൾ അവർ CD-യിലേക്ക് മാറി. പക്ഷെ പിന്നീട് OTT വന്നപ്പോൾ ഇവരുടെ എല്ലാം പണി പോയി. കാരണം കാലത്തിന്റെ മാറ്റമാണ്. കാലത്തിനനുസരിച്ച് നമ്മൾ നമ്മുടെ ജോബുകൾ മാറ്റിക്കൊണ്ടിരുന്നില്ലെങ്കിൽ നമ്മുടെ ജോലി പോകും, പിന്നെ പണിയില്ലാതെ വീട്ടിലിരിക്കേണ്ട അവസ്ഥ വരും. സോ നമ്മൾ എപ്പോഴും അപ്ഡേറ്റ് ആവാൻ തയ്യാറായിട്ടിരിക്കുക. അടുത്ത 8ാമത്തെ മാർഗ്ഗമാണ് ഓൺലൈൻ ട്യൂഷൻ. ഞാൻ പറഞ്ഞല്ലോ, കാലത്തിനനുസരിച്ച് മാറുക. ഇപ്പോൾ ഡയറക്റ്റ് വീടുകളിലൊക്കെ വന്ന് പഠിക്കാൻ പലർക്കും ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെയുള്ള ആളുകൾക്ക് ഓൺലൈനായിട്ട് ട്യൂഷൻ എടുക്കുക. നിങ്ങൾക്കറിയുന്ന ഏത് സ്കില്ലും പഠിപ്പിക്കാം. ഓൺലൈൻ ട്യൂഷൻ എന്ന് പറഞ്ഞാൽ ക്ലാസിന്റെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർക്ക് മാത്സിന്റെ ട്യൂഷൻ എടുക്കാനല്ല ഞാൻ പറയാം. നിങ്ങൾക്ക് ഗിറ്റാർ അറിയാമെങ്കിൽ ഗിറ്റാർ ട്യൂഷൻ എടുക്കാം. നിങ്ങൾക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു പ്രാവീണ്യം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പഠിപ്പിക്കാം. അങ്ങനെ നിങ്ങൾക്കറിയാവുന്ന ഏത് സ്കില്ലും ഒരാൾക്ക് ഓൺലൈൻ ട്യൂഷൻ കൊടുക്കാം. അങ്ങനെ നിങ്ങൾക്ക് അതിൽ നിന്ന് പൈസ ഉണ്ടാക്കാം. അപ്പൊ അതിനുവേണ്ടി ആദ്യം നിങ്ങൾ പരസ്യം ചെയ്യണം. പരസ്യം ചെയ്യാൻ ഞാൻ ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള ആൾക്കാർ ചിലപ്പോൾ കോൺടാക്ട് ചെയ്യേണ്ടി വരും. 1-2 ഇൻസ്റ്റാഗ്രാം പേജിലൂടെയോ അല്ലെങ്കിൽ യൂട്യൂബിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ 1-2 ഇൻഫ്ലുവൻസേഴ്സിനെ കണ്ട് അവരോട് സംസാരിച്ച് ഇങ്ങനെ പരസ്യം ചെയ്യുക. അവർക്ക് പേയ്മെന്റ് കൊടുത്തു കഴിയുമ്പോൾ അവർ ഈ കാര്യം ആളുകളിലേക്ക് എത്തിക്കും. അങ്ങനെ നിങ്ങൾക്ക് ബിസിനസ് ലഭിക്കും. അങ്ങനെ നിങ്ങൾക്ക് ക്ലയൻസിന് ലഭിക്കും. അടുത്ത 9ാമത്തെ മാർഗ്ഗമാണ് സെക്കൻഡ് ഹാൻഡ് ബൈയിങ് ആൻഡ് സെല്ലിംഗ്. എന്താണ് സെക്കൻഡ് ഹാൻഡ് ബൈയിങ് ആൻഡ് സെല്ലിംഗ്? പണ്ട് ട്രഡീഷണൽ ആയിട്ട് ആൾക്കാർ ചെയ്തുകൊണ്ടിരുന്ന പരിപാടി തന്നെ. പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മൾ ഓൺലൈനിൽ പല ആളുകളും ചെയ്തു വരുന്നു. കുറച്ച് പൈസ കയ്യിലുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് ഹാൻഡ് യൂസ്ഡ് കാർ വാങ്ങിക്കുക, കുറച്ചുകൂടെ പൈസ കൂട്ടി വിൽക്കുക, അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഹാൻഡ് ബൈക്ക് വാങ്ങിക്കുക, ക്യാമറ, മൊബൈൽ ഫോൺ, പ്ലേ സ്റ്റേഷൻ, അങ്ങനെ എന്തും നിങ്ങളുടെ ബഡ്ജറ്റിന് ഒന്നെങ്കിൽ എന്ത് നിങ്ങൾക്ക് വാങ്ങിക്കാം. അത്യാവശ്യം ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കുക, റേറ്റ് കൂട്ടി വിൽക്കുക. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. 10ാമത്തെ മാർഗ്ഗത്തിലേക്ക് പോകാം. പക്ഷേ ഇത് സ്കില്ലുള്ള ആളുകൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ക്ലൗഡ് കിച്ചൺ എന്ന് പറയുന്നത്. എന്താണ് ക്ലൗഡ് കിച്ചൺ? ക്ലൗഡ് കിച്ചൺ എന്ന് പറയുന്നത് ഓൺലൈൻ ഡെലിവറി മാത്രമുള്ള ഒരു ഫുഡ് ഡെലിവറി സർവീസ് ആണ്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കുന്നു, സ്വിഗ്ഗി അല്ലെങ്കിൽ സൊമാറ്റോ പോലുള്ള ഫുഡ് ഡെലിവറി പ്ലാറ്റ്ഫോംസ് വഴി നിങ്ങൾ ഇത് ആളുകളിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് GST രജിസ്ട്രേഷൻ വേണം. FSSAI രജിസ്ട്രേഷൻ ലൈസൻസ് അത് മാൻഡേറ്ററി ആണ്. ക്ലൗഡ് കിച്ചനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് കുറെ പറയാനുണ്ട്. വേണമെങ്കിൽ അതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാനുള്ള ടോപ്പിക് ഉണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് മാത്രമായിട്ട് മാൻഡേറ്ററി ആയിട്ടുള്ള 1-2 കാര്യം പറയുകയാണ്. ഈ FSSAI സർട്ടിഫിക്കറ്റും GST, പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളുടെ ആവശ്യമുണ്ട്. അപ്പോൾ അത് പ്രത്യേക ഒരു വീഡിയോ ആയിട്ട് പിന്നെ ചെയ്യാം. അങ്ങനെ അത് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഫുഡ് പ്രിപ്പയർ ചെയ്ത് സൊമാറ്റോയിലും സ്വിഗ്ഗിയിലും അത് ലിസ്റ്റ് ചെയ്ത് അങ്ങനെ ഓർഡേഴ്സ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് അതിനുവേണ്ടി പ്രത്യേകം ഒരു ഹോട്ടൽ റൂമിന്റെ ആവശ്യമില്ല, ആൾക്കാർക്ക് വന്നിരിക്കാനുള്ള ബെഞ്ചിന്റെയോ ഡെസ്കിന്റെയോ ഒന്നും ആവശ്യമില്ല. ഓർഡർ നിങ്ങളുടെ മൊബൈൽ ആപ്പിൽ വരിക, അത് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവെക്കുക. ഡെലിവറി ബോയ് നിങ്ങളുടെ വീട്ടിൽ വന്ന് ഈ ഓർഡർ എടുത്ത് ആളുകൾക്ക് കൊണ്ട് കൊടുക്കും. സൊമാറ്റോ അല്ലെങ്കിൽ സ്വിഗ്ഗി അവരുടെ കമ്മീഷൻ എടുത്തതിന് ശേഷം ആ പൈസ നിങ്ങൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ആ പൈസ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇടും. ഇതാണ് ക്ലൗഡ് കിച്ചൺ എന്ന് പറയുന്നത്. അപ്പോൾ 10 നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ബോണസ് പോലെ ഒരെണ്ണം കൂടെ പറയാം. അപ്പോൾ അതിൽ നിങ്ങൾ പലരും ട്രൈ ചെയ്ത് നോക്കിയായിരിക്കും. പക്ഷേ ഇതിനകത്ത് സക്സസ് ആവാൻ എല്ലാവർക്കും സാധിക്കില്ല. അതിനൊരു പ്രത്യേക കഴിവുകളൊക്കെ വേണം. ആൾക്കാർക്ക് കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിക്കാനുള്ള, ആളുകളിലേക്ക് കാര്യങ്ങൾ കൺവിൻസ് ചെയ്യാനുള്ള, ആളുകളെ പിടിച്ചിരുത്താനുള്ള ഒരു ടാലന്റ് കഴിവൊക്കെ വേണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആകുക എന്ന് പറയുന്ന ഒരു പരിപാടി ട്രൈ ചെയ്ത് നോക്കാം. ഒരു യൂട്യൂബർ ആകാം, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങിയിട്ട് ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ആകും. അതൊക്കെ ഈ കാലത്ത് നല്ല വരുമാനം, നല്ല റവന്യൂ ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന മാർഗ്ഗങ്ങളാണ്. 2026 നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന 10 മണി മേക്കിംഗ് മാർഗ്ഗങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. അതിനകത്ത് ഇൻവെസ്റ്റ്മെന്റ്സ് നമ്മൾ പറഞ്ഞു, ബിസിനസ് ഐഡിയാസ് പറഞ്ഞു, പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആകും എന്ന് ഞാൻ 100% വിശ്വസിക്കുന്നു. ഐ ഹോപ്പ് യു ഫൈൻഡ് ദിസ് വീഡിയോ ഹെൽപ്ഫുൾ. അതുപോലെ തന്നെ നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ബോൺസിന്റെ കാര്യം ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. റിസ്ക് കുറഞ്ഞ സ്ഥിരമായ പാസീവ് ഇൻകം ആഗ്രഹിക്കുന്നവർക്ക് കോർപ്പറേറ്റ് ബോൺസ് ഒരു നല്ല ഓപ്ഷൻ ആയിരിക്കും. കോർപ്പറേറ്റ് ബോൺസ് കണ്ടെത്താനും 1000 രൂപ മുതൽ നിക്ഷേപിക്കാനും താല്പര്യമുള്ളവർക്ക് അതിനാവശ്യമുള്ള ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. സോ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളതും നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രയോജനപ്പെടുന്നതായിട്ടുള്ള വീഡിയോകൾ കാണാനായിട്ട് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഐ ഹോപ്പ് യു ഫൈൻഡ് ദിസ് വീഡിയോ ഹെൽപ്ഫുൾ. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്, ആൻഡ് പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു എനേബിൾ ദ ബെൽ ബട്ടൺ. ഐ വിൽ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ഐ ആം ആദിൽ ഹുസൈൻ, signing off.